നമ്മുടെ ഫസ്റ്റ് ഓർഡർ ന്യൂസ് എന്ന് പറയുന്നതാണ്. പണി തുടങ്ങുമ്പോൾ തന്നെ വരാൻ പറ്റിയ പണി. കുറ്റം പറഞ്ഞ് ചെയ്യണക്കിട്ടുണ്ടായില്ല. വെൽക്കം ബാക്ക് ടു മൈ അനദർ സ്വിഗ്ഗി ഡേ. ആസ് യൂഷ്വൽ ഞാൻ മൈക്ക് എടുത്തിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് തിരക്കുകളിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ഇൻട്രോ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ക്യാമറ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ ഗുണമൊന്നുമില്ല, കാരണം ചാർജ് നിൽക്കൂല, പിന്നെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കണം, മഴയത്ത് പിടിക്കാൻ പറ്റൂല. പക്ഷേ ഇതുപോലത്തെ കടകളിലേക്ക് കയറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ടാസ്ക് ഇല്ലാണ്ട് വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ പറ്റും. നല്ല ഓർഡറാണ് കേട്ടോ. ഇന്നലെ ഞാൻ 1200 രൂപ ഓടി. പക്ഷേ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. മഴ ഉള്ളതാണ് അത്ര എമൗണ്ട് കിട്ടിയത്. പറൂർക്ക് പോവാം. പറൂർ ചെന്നതിന് ശേഷം ബാലൻസ് ഓർഡറുകൾ എടുക്കാം. പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഓക്കെ അല്ലേ? എന്താ ഓയിൽ ചേഞ്ച് ചെയ്യാൻ എടുക്കും. ഓർഡർ അടിക്കണ്ടല്ല. ഓ മൈ ഗോഡ്, ഓഫാക്കിയേ പറ്റൂ. സോറി കാരണം 552 കിലോമീറ്റർ ഞാനിപ്പോൾ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. ഓയിൽ മാറ്റാണ്ട് ഇനി ഓടാൻ പറ്റില്ല. എൻ്റെ 60 രൂപയുടെ ഓർഡറാണ് പോയത്. 250 രൂപ ഓയിലിൻ്റെ. സങ്കടമൊന്നുമില്ല, വണ്ടി ഹാപ്പി ആവട്ടെ. പിന്നെ എത്ര കിലോമീറ്റർ ഓടാന്ന് പറഞ്ഞാൽ 2000, ഇത് 3000, 6000 ആയി. എഴുതി തരോ? സീറ്റിൻ്റെ അടി പിടിച്ചതാ കഴിഞ്ഞ പ്രാവശ്യം എടുക്കുന്നു. ഇതാ ക്യാമറ, ഞാൻ വ്ളോഗ് ചെയ്യാനുണ്ട് യൂട്യൂബിൽ. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിക്കറോട് ഇരിപ്പുണ്ട്, മുകളിൽ തന്നെ ഇരിക്കട്ടെ. 3500 കിലോ പോയ 60 ഓർഡർ തിരിച്ച് കിട്ടുമോ എന്നാവും. ഞാൻ ഓഫ് ചെയ്ത 60 ഓർഡർ തിരിച്ചൊന്ന് കൊടുത്തരോ? പറ്റില്ല. ഇരുന്നൂറ് ക്യാമറ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ. ഞാനവിടെ വന്നിട്ടേ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വണ്ടി കയറ്റി വെച്ച് 500 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയായി. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വണ്ടി കയറ്റി വെച്ച് 60 രൂപ ഓർഡർ അടിച്ചേക്കണം. ചാൻസിൽ അല്ലാണ്ട് എന്ത് ആ പുള്ളിക്കാരി ബോൾട്ട് അയച്ചുകൊണ്ടിരിക്കണം. എനിക്ക് കഴിക്കില്ലെന്ന് പറയാൻ പറ്റും. 60 ക്യാൻസൽ ചെയ്തുകൊണ്ട് എനിക്ക് 80 ഓർഡർ അടിച്ച് വന്നിരിക്കുന്നു. ഐ എം ഹാപ്പി. പോയെടുക്കട്ടെ ഏട്ടാ. ആദ്യം പിടിച്ചെടുത്തത് ചെറായിലോട്ടായിരുന്നു, ഡിസ്പെൻസറി. 80+ റിട്ടേണാ പറഞ്ഞാൽ കിട്ടും കൂടെ. ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഇവിടെ 34 രൂപ നമുക്ക് റിട്ടേൺ കിട്ടി. 89 രൂപയാണ് ഇപ്പോൾ കൊടുത്ത ഓർഡർ നമുക്ക് കിട്ടിയത്. 34 രൂപ റിട്ടേണും കിട്ടി. കുഴപ്പമില്ല. സാധനയ്യപ്പൻ്റെ സ്മാരകം കണ്ട, സ്മാരകം. ഈ വഴി നേരെ പോയാൽ നമുക്ക് റോട്ടിലെത്താം. അപ്പോൾ മച്ചാന്മാർ അവിടെ നിന്ന് വന്ന വഴി വണ്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് ലൂസായി പോയിട്ടോ. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി. അപ്പോൾ പുള്ളി അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കേബിൾ പൊട്ടിപ്പോവുകയും ചെയ്തു. പഴക്കമുണ്ടായിരുന്ന കേബിൾ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു ഓർഡർ അടിച്ച് കയറുന്നത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ആ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇനി സാധനം മേടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് മാറ്റിക്കണം. ഒരു സൈഡിൽ ഇപ്പോൾ ബ്രേക്കുള്ളൂ, ഫ്രണ്ട് മാത്രം ബ്രേക്കും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓടാൻ പോണത്. ധന്യ അപ്പം നമുക്ക് ഓട്ടത്തിൽ ഒരു ഓർഡർ മേടിച്ച് KL42 കിച്ചണിൽ നിന്ന് അത് പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് വർക്ക്ഷോപ്പ് കാണുമ്പോൾ എവിടെയെങ്കിലും കയറി ഇത് മാറ്റാം.
900 900 ഫിഷ് കറി മീൽസ് ബീഫ് കറി ആ അങ്ങനെ ആ ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാനറ ബാങ്കിലേക്കാണ് അടിച്ചേക്കണത്. ഓക്കെ, ബാങ്കിലോട്ടാണ് ഇവിടെ കൊടുത്തിട്ട് വേഗം വരാട്ടാ. അടുത്ത ഓർഡർ 75 രൂപക്ക് ബർഗർ ലോഞ്ച് ചെയ്യുന്നു. ബർഗർ ലോഞ്ച് ഇവിടെ അടുത്ത് തന്നെ അല്ലേ? സ്വർഗത്തിലോട്ടോ, ഒറ്റടിക്ക് സ്വർഗത്തിലെത്തോ, സ്വർഗത്തിൽ കേട്ടോ. എവിടെത്തി ഗൈസ്? ഓർഡർ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 77 രൂപ പ്ലസ് 35 രൂപ. അതിന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് 77 രൂപ ഓർഡർ കഴിഞ്ഞ് ഇനി 35 റിട്ടേൺ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു 3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉമ്മാർ ചിലപ്പോൾ ഈ സാധനം കട്ട് ചെയ്ത് കളയും. അങ്ങനെ 1-2 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അമ്മാരെ റിട്ടേണിൻ്റെ ക്യാഷ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. പിന്നെ ആ ക്യാഷ് കിട്ടൂല. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നേരം കടൽ കണ്ടിട്ട് മതി ഇറങ്ങാമെന്ന് വിചാരിച്ച് ആരാണ്ടെ കൂടെ പോലെ കുത്തിച്ചുകൊണ്ട് പോയിട്ടില്ല. അത്യാവശ്യം കടൽ കീർത്താൻ നടക്കാണ്ട് എപ്പോഴും. കാരണം ഇത്രയൊന്നും കടൽ വരാറില്ല. ഞങ്ങൾക്ക് കടൽ അങ്ങോട്ട് കയറാണ്ടിരിക്കാനായിട്ട് ചാക്കിൽ മണ്ണർത്ത് വെച്ചാണ് ഫുള്ള്. ഇവിടെ ഫുള്ളുണ്ടായിരുന്നില്ല, തിരിഞ്ഞു പോയി. അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ 35 രൂപ റിട്ടേണും കിട്ടിയിട്ടുണ്ട്. ഈ കണ്ണില്ല, ഭയങ്കര വെയിലായ കാരണം കണ്ടും വിശ്വസിക്കുന്നു. ഓക്കെ, പരിപാടി ആദ്യം കിട്ടിയിട്ടുണ്ട്. 350 രൂപ. ഇപ്പോൾ തന്നെ ബ്രേക്കിന് 200 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാശ് വെച്ച് നോക്കുമ്പോൾ ഇത് നഷ്ടമാണ്. എങ്കിലും ഇനി നമുക്ക് ബാക്കി ഓർഡറും കൂടി നോക്കാം. വർക്ക്ഷോപ്പിൽ തന്നെ വേണമെങ്കിൽ ബ്രേക്കും മാറ്റാം. ബ്രേക്കില്ലാണ്ട് അത് എന്തൊരു ഓടിച്ചു നടക്കാൻ പറ്റില്ല. നമ്മൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 27 രൂപ കിട്ടി. ഈ ഓർഡർ ബീച്ചിൽ നിന്ന് പോരാൻ നേരത്തെ ഹോളിഡേ ഹോട്ടലിൽ നിന്ന് അടിച്ചാണ്ട തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. 27 വലിയ നഷ്ടമില്ല. 27 ചേട്ടാ ഇപ്പോഴത്തെ ഏണിങ്, ലാസ്റ്റത്തെ ഏണിങ്. ടോട്ടൽ എമൗണ്ട് ഇപ്പം അയക്കണത് 347 രൂപ ആയിട്ടാണ് കേട്ടോ ടോട്ടല്. വന്നവിടെ നിന്നപ്പോഴേക്കും അടുത്ത ഓർഡർ അടിക്കാണ്ട് 20 KFC. ചെറിയ ഓർഡർ കടിയാണ് കഷ്ടമാണ്. പോയിട്ട് വരാം. KFC 20 രൂപയുടെ ഓർഡർ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടുത്ത 20 ഓർഡർ KFC ലോങ്ങാണല്ലോ. ഇത് കവിതയുടെ അവിടെ വരേക്ക് 20 രൂപ അടിക്കണ. ഹലോ, 7900. പെട്ടെന്ന് റെഡിയാക്കി വെക്കണ്ടല്ലോ. അതിശയമാണ് കൈസ്, അതിശയം. 126 ക്യാഷ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കുറേ നേരമായിട്ട് കുറേ നേരം അടിക്കുന്നതിലേക്ക് എടുത്തൂടെ ഓർഡർ തന്നെ അടിച്ചിരിക്കണം ഹോട്ടലിൽ. അപ്പോൾ ഒരു ഓർഡറും കൂടി അടിച്ചിട്ട് ഞാൻ വന്നേക്കാണ്. ഇത് പൂനമ്മയിലേക്കാണ് അൽബക്കോറ വെടിമുറിയുന്നത്. സന്ധ്യ കേട്ടോ, 6:53. കുറേ നേരം വലിയ ഓർഡർ ഒന്നും ഉണ്ടാവില്ല. അതിനിടയ്ക്ക് നമ്മുടെ വണ്ടർ ബ്രേക്കിൻ്റെ ഇത് പൊട്ടിയില്ലേ, അതൊക്കെ മാറ്റാനായിട്ട് ഹോട്ടൽ കയറി ചായ കുടിച്ച് അങ്ങനെ ഇപ്പാണ് പിന്നെ കുറേ നേരം അങ്ങോട്ട് ഒരു ഓർഡർ അടിച്ചേക്കണം. ഇച്ചിരി ലോങ് ആയതിൻ്റെ പേരിൽ ഞാനെടുത്ത് പൂനമ്മാവിലോട്ടാണ്, അല്ല വള്ളുവള്ളിയിലോട്ടാണ്. ഓക്കെ, ഓർഡർ റെഡി ആവട്ടെ. വീട്ടില്ല. കിട്ടി 31 രൂപ ടൈം കിട്ടും. ഇതോട്ടെ, ഞാൻ അവിടെ നിന്നിറങ്ങിയത് കിട്ടൂലായിരുന്നു. 42+. ഞാനിവിടുന്ന് പല ഈ ഓർഡർ അടിച്ചേക്കുന്നത് പാലായിരത്തി നമുക്ക് ആ 31 രൂപ റിട്ടേണിന് പകരം വന്ന ഓർഡറാണത്. ആ ടൈം തീർന്നതിന് മുമ്പ് തന്നെ പാലായിരത്തി നമുക്ക് ഓർഡർ അടിച്ച്
ഹലോ, ആ ഞാൻ സ്വിഗ്ഗിയിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ശുഭ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ആ ഗേറ്റ് ഓർക്കണേണോ കണ്ട്? അതെ, 1.5 മണിക്കൂറത്തെ ഒന്നരല്ല അതുക്കും മേലെ കാത്തിരിപ്പിന് ശേഷം തക്വാഷി മന്തിന്ന് ഒരു ഓർഡർ അടിച്ചു. അത് പോയി എടുക്കാം. ഞാൻ കൊടുത്തോട്ടെ വരാപ്പാ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഓർഡർ അടിച്ചതാണ്. ഒരു ഓർഡർ 8806. ആ ഓക്കെ. ഓർഡർ വന്നിട്ടാണോ മായ? അങ്ങനെ ആ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 41 രൂപ. എല്ലാവരും പോയി, എല്ലാവരും പോയി. പിന്നെ നമുക്കും പോയാലോ? 550 രൂപയുണ്ട്. അപ്പോൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 557 രൂപയായിട്ടുണ്ട്. ഇന്നത്തെ ഓർഡറിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 41 ഇപ്പം കിട്ടിയത് 47 പലഹാരത്തിൽ നിന്ന് 75 രൂപ മറ്റേ കൂനമ്മാവിലോട്ട് പോയത്. 20ൻ്റെ 2 ഓർഡർ, ഈ 2 20ൻ്റെ ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. 27, 35, 77, 35, 30, 34, 89, 20 ഇത്രയും ഓർഡറുകളാണ് ഇന്ന് അടിച്ചത്. അപ്പോൾ അതെന്തോ ആ ഓർഡറൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് ടോട്ടൽ 547 രൂപ. ഒരു 100 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ 200 രൂപയുടെ പെട്രോളായിട്ടുണ്ട്. ടാസ്ക് ആണ്. 200 രൂപയുടെ പെട്രോൾ വെച്ചുകൊണ്ട് 547 എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ഈ ഓൾറെഡി 2 ഓർഡർ കൂടെ ഞാൻ ക്യാൻസൽ ചെയ്ത് വെച്ചേക്കണതിൻ്റെ പേരിൽ എനിക്ക് ഇന്നത്തെ ഇൻസെൻറ്റീവ് കിട്ടൂല. കാണിച്ചു തരാം. മിസ്ഡ്. അല്ലെങ്കിൽ ഒരു ഓർഡറും കൂടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ മറ്റേ 155 കിട്ടിയേനെ. അതല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 90 എക്സ്ട്രാ കിട്ടിയേനെ. എൻ്റെ ബുദ്ധിമുട്ട് തന്നെ അല്ല, വേറെ ഒന്നുമല്ല കേട്ടോ. മറ്റേ ബ്രേക്ക് പൊട്ടി, ഓയിൽ ചേഞ്ച് ചെയ്ത് ഞാൻ കൂടി ഫണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 20ൻ്റെ 3-4 ഓർഡർ അടുപ്പിച്ച് വന്നു. ആദ്യത്തിലാണ് ഞാൻ ഓർഡർ ക്യാൻസൽ ചെയ്തത്. 2 ഓർഡർ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും 20 തന്നെ നടന്നത് അടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തു. ദേഷ്യം ഇതെല്ലാവരും ഇപ്പോൾ എക്സ്ട്രാ കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും വീട്ടിലോട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഓട്ടം ഇത്രോളം. ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊന്നും മുഴുവൻ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇന്നത്തെ ഓട്ടത്തിൽ നിന്ന് കുറച്ചത് അങ്ങോട്ട് കോമ്പൻസേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം എപ്പോഴും പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.